സംഖ്യാശ്രേണികളെ ബീജഗണിത രൂപമാക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങളാണ് ഇന്നിപ്പോൾ പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ഭാഗത്തിന്റെ തുടർച്ച. കഴിഞ്ഞ ഭാഗത്തിന്റെ അവസാനം 3 ചോദ്യങ്ങൾ തന്നിരുന്നു. 3 സംഖ്യാശ്രേണികൾ തന്നു, അതിനെ ബീജഗണിത രൂപമാക്കാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോ ചെയ്യാൻ പോണ എങ്ങനെയാണ് ആ സംഖ്യാശ്രേണികളെ ബീജഗണിത രൂപമാക്കി മാറ്റാൻ പോകുന്നത്. ഇതിന്റെ കൂടെ കുറച്ചും കൂടി കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി 3 സംഖ്യാശ്രേണികളും അതിന്റെ ബീജഗണിത രൂപമാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കഴിഞ്ഞ ഭാഗത്തിലെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. 3 ചോദ്യമായിരുന്നു. 1, ഒറ്റ സംഖ്യകളുടെ ശ്രേണി, അതിന്റെ ബീജഗണിത രൂപം. 2, 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി ബീജഗണിത രൂപമാക്കി മാറ്റണം. അതോടൊപ്പം സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, സമഷഡ്ഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക, പുറംകോണുകളുടെ തുക, ഒരു അകക്കോണിന്റെ അളവ്, ഒരു പുറംകോണിന്റെ അളവ് എന്നീ ശ്രേണികളുണ്ടല്ലോ, അതിന്റെ ബീജഗണിത രൂപം കൂടി നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോ തുടങ്ങാം. ആദ്യം തന്നെ എന്താണ്? ഒറ്റ സംഖ്യകളുടെ ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് ഒറ്റ സംഖ്യകൾ എഴുതി നോക്കാം. 1, 3, 5, 7, 9. ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? അതിന്റെ സ്ഥാനം രേഖപ്പെടുത്തി വെക്കുക, അല്ലേ? അപ്പൊ ഇത് 1-ാം സ്ഥാനത്താണ്, 2-ാം സ്ഥാനത്താണ്, 3-ാം സ്ഥാനത്താണ്, 4-ാം സ്ഥാനത്താണ്, 5-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് 1, 2-ാം സ്ഥാനത്ത് 3, 3-ാം സ്ഥാനത്ത് 5, 4-ാം സ്ഥാനത്ത് 7, 5-ാം സ്ഥാനത്ത് 9. ഈ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ശ്രേണികളുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക. അത് മറന്നു പോകരുത്, അതെപ്പോഴും മനസ്സിലുണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സ്ഥാനത്തിൽ നിന്ന് ഇതിന്റെ ബീജഗണിത രൂപത്തിലേക്ക് പോവുക? ആദ്യം നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം, 2-ൽ നിന്ന് തുടങ്ങാം, 2-ാം സ്ഥാനത്ത് നിന്ന് തുടങ്ങാം. എന്താ അറിയോ, ഇവിടെ ഈ 1-ാം സ്ഥാനത്തുള്ള സംഖ്യ 1 തന്നെയാണ്. 2 1 തന്നെ ആയതുകൊണ്ട് നമുക്കൊരു ആശയക്കുഴപ്പം വരും. ബാക്കിയെല്ലാം വ്യത്യാസമുണ്ട്. ഇത് രണ്ടും സമമാവുമ്പോ എങ്ങനെയാണ് ഇവക്ക് പൊതുവായ ഒരു രൂപം കിട്ടുക എന്ന സംശയം വരും. അതുകൊണ്ട് ആ 1-ാം സ്ഥാനത്തെ സ്ഥാനവും അവിടെയുള്ള സംഖ്യ നോക്കട്ടെ, 2 തുല്യമായതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഞാനിവിടെ എഴുതാൻ പോവുകയാണ് 3, അത് 2-ാം സ്ഥാനത്താണ്. ക്ലിയർ? 3 2-ാം സ്ഥാനത്താണ്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു പൊതുവായ പ്രത്യേകത ഞാനൊന്ന് പറയാം. അതെന്താണെന്നറിയോ? ഈ 2 എന്ന് പറയുന്ന ഈ സംഖ്യയുമായി 3 എങ്ങനെ ബന്ധപ്പെടുന്നു എന്നറിയോ? അതായത് 1ന്റെ കൂടെ 1 ഗുണിക്കണം 2 കൂട്ടിയാൽ 3 കിട്ടും. ക്ലിയർ? ശരിയാണല്ലേ? 1 2 2, 2നോട് 1 കൂട്ടിയാൽ 3. ഇവിടെ ഒരു 2 കൂട്ടി എന്തിനോട്? ഈ 1ന്റെ കൂടെ. അടുത്ത പദം എന്താ? 5 3. അതെങ്ങനെ കിട്ടുന്നറിയോ? ഇവിടെ 1ന്റെ കൂടെ 2 കൂട്ടിയാൽ 5 കിട്ടും. ഓക്കെ, 2 2 4, 4 1 5. ഇവിടെ 1 2 വന്നു, ഇവിടെ 2 2 വന്നു. ഇതിൽ വ്യത്യാസമില്ല. അടുത്തെന്താ? 7 4. ഇത് പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? ഇത് പ്രകാരം, ഈ 2 പ്രകാരം ഇതിനെങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? 1ന്റെ കൂടെ ഇത് 1 2, ഇത് 2 2. അപ്പൊ ഇവിടെ എത്ര വരും? 3 2 വരും. 3 2 6, 6 1 7. ശരിയല്ലേ? അടുത്തത് എന്താ? 9 5, അല്ലേ? അതും കൂടി എഴുതാം. 9 5 എന്താ വരുന്നത്? 1ന്റെ കൂടെ ഇവിടെ 3 2 ആണ്. അപ്പൊ അടുത്തെന്ത് വരും? 4 2 വരും. 4 2 8 8 3 9. 5-ാം സ്ഥാനത്ത് വരുന്നത് 9, 4-ാം സ്ഥാനത്ത് വരുന്നത് 7.
മൂന്നാം സ്ഥാനത്ത് വരുന്ന 5, രണ്ടാം സ്ഥാനത്ത് 3 വരും. എങ്കിൽ എന്റെ ഒരു ചോദ്യം ഇതാണ്, 5-ാം സ്ഥാനത്ത് 9 വന്നല്ലോ, എങ്കിൽ n സ്ഥാനത്ത് ഏത് സംഖ്യയാണ് ഇവിടെ വരിക? അതാണല്ലോ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. n സ്ഥാനത്ത് ഏത് സംഖ്യ വരും എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? ഇതില് ആകെ വ്യത്യാസമുള്ള എന്താ? ഇതിന് യാതൊരു വ്യത്യാസമില്ല, എല്ലാം ഒന്ന് തന്നെ. ഈ ഗുണിക്കണ രണ്ടിന് യാതൊരു വ്യത്യാസമില്ല. പിന്നെ വ്യത്യാസം വരുന്നത് എന്തൊക്കെയാ? ഇതാണ് 1, 2, 3, 4. ഈ സംഖ്യകളും ഈ സ്ഥാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിയാൽ മതി അല്ലേ? 2-ന് 1, 3-ന് 2, 4-ന് 3, 5-ന് 4. എന്താ ബന്ധം? കിട്ടിയല്ലേ? 5-ൽ നിന്ന് 1 കുറച്ചാൽ 4, 4-ൽ നിന്ന് 1 കുറച്ചാൽ 3, 3-ൽ നിന്ന് 1 കുറച്ചാൽ 2, 2-ൽ നിന്ന് 1 കുറച്ചാൽ 1. ഈ 2, 3, 4, 5 എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ സ്ഥാനമാണ്. ആ സ്ഥാനത്തിന് പകരമാണ് നമ്മൾ ഇവിടെ എന്ത് എഴുതിയിരിക്കുന്നത്? n എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ സ്ഥാനത്തുള്ള പദം കണ്ടുപിടിക്കാൻ 1 പ്ലസ് 5-ൽ നിന്ന് 1 കുറക്കുക. അതുപോലെ n-ൽ നിന്ന് 1 കുറച്ചിട്ട് എന്ത് ചെയ്യുക? 2 കൊണ്ട് ഗുണിക്കുക. ഇതാണ് ഒറ്റ സംഖ്യകളുടെ ബീജഗണിത രൂപം. ക്ലിയർ? ഇതിനെ നമുക്ക് ഒന്നുകൂടി ചുരുക്കാം. ഞാനിവിടെ മാറ്റി എഴുതാം. എന്താ? 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 2 ആണല്ലോ. അതായത് 1 പ്ലസ് 2 ഗുണിക്കണം n, 2n മൈനസ് 2 ഗുണിക്കണം 1, 2. ഇനി 1 മൈനസ് 2 എത്രയാ? മൈനസ് 2 1 മൈനസ് 1. അപ്പൊ ബാക്കിയുള്ളത് 2n മൈനസ് 1. ഇതാണ് അതിന്റെ ഏറ്റവും ശരിയായ ബീജഗണിത രൂപം, 2n മൈനസ് 1. അപ്പം നമ്മൾ വിട്ട ഒരു സ്ഥാനമുണ്ട് അല്ലേ? അത് ഇതാ. ആ സ്ഥാനപ്രകാരം ഈ 1-ാം സ്ഥാനത്തെ സംഖ്യ 1 വരുമോ എന്നുള്ളതാണ്. എന്നിന് പകരം എന്ത് ഉപയോഗിക്കണം? 1 ഉപയോഗിക്കണം. 2 ഗുണിക്കണം 1, 2 മൈനസ് 1 എത്രയാ? 1. അപ്പോ എന്നിന് പകരം, അതായത് 1-ാം സ്ഥാനം ഉപയോഗിക്കുമ്പോൾ ആ സ്ഥാനത്തെ സംഖ്യ ഇവിടെ 1 തന്നെ കിട്ടുന്നുണ്ട്. അപ്പം ഈ നിയമം 1 മുതൽക്ക് അങ്ങോട്ടുള്ള എല്ലാ ഒറ്റ സംഖ്യകൾക്കും ബാധകമാണ് ആ സംഖ്യയിൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയാണ് കണ്ടുപിടിക്കേണ്ടത്. ശ്രേണിയല്ല കണ്ടുപിടിക്കേണ്ടത്, ആ ശ്രേണിയുടെ ബീജഗണിത രൂപം. അതിന് ആദ്യം നമുക്ക് ശ്രേണി നോക്കാം. 1 ആണ് ആദ്യത്തെ സംഖ്യ. അത് കഴിഞ്ഞാൽ 4, 7, 10, 13 ഇങ്ങനെ 3 കൂട്ടി അങ്ങ് പോകും. അതാണ് എന്താ? 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന സംഖ്യകളുടെ ശ്രേണി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ബീജഗണിത രൂപമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് 1-ാം സ്ഥാനത്ത്, ഇത് 2-ാം സ്ഥാനത്ത്, ഇത് 3-ാം സ്ഥാനത്ത്, 4-ാം സ്ഥാനത്ത്, 5-ാം സ്ഥാനത്ത്. അപ്പൊ സ്ഥാനത്തിന്റെ അനുസരിച്ചാണ് ഇതിന്റെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ സ്ഥാനവുമായി ബന്ധപ്പെട്ട്? ഇവിടെയും ഒരു പ്രശ്നമുണ്ട്. 1-ാം സ്ഥാനത്ത് വരുന്നത് 1 തന്നെ. അവിടെ നമുക്ക് 2-ൽ നിന്ന് തുടങ്ങാം. 2-ാം സ്ഥാനത്ത് നിന്ന് തുടങ്ങാം. ആ 2-ാം സ്ഥാനത്ത് നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ ആ നമുക്ക് കിട്ടുന്ന ബീജഗണിത രൂപം 1-ാം സ്ഥാനത്തിന് ബാധകമാണെന്ന് മാത്രം നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ തന്നെ 2-ാം സ്ഥാനത്തെ സംഖ്യ 4. ഓക്കെ, 4 എങ്ങനെ കിട്ടും? സിമ്പിൾ ആണ്. 1 പ്ലസ് 1 ഗുണിക്കണം 3. 1 ഗുണിക്കണം 3 എത്രയാണ്? 3. 3 1 4. ശരിയല്ലേ? അടുത്തത് 7 3. 1 പ്ലസ് 2 ഗുണിക്കണം 3.
ശരിയല്ലേ? 2 3 6 1 7. അടുത്തെന്താ? 10 4 10 4. 1 പ്ലസ് 3 ഗുണിക്കണം 3. 3 ഗുണിക്കണം 3 എത്രയാ? 9. 9 ഉം 1 ഉം 10. അപ്പം നാലാം സ്ഥാനത്തെ പദം 10 കിട്ടി. മൂന്നാം സ്ഥാനത്തത് 7 കിട്ടി. രണ്ടാം സ്ഥാനത്ത് 4 കിട്ടി. അതേപോലെ അഞ്ചാം സ്ഥാനത്തെ നമുക്ക് കണ്ടുപിടിക്കാം. തൽക്കാലം ഞാൻ അതിലേക്ക് നോക്കില്ല, നിങ്ങൾ ശരിയാണോ പിന്നെ നോക്കിയാൽ മതി. അപ്പൊ ഇവിടെയും നമ്മളിപ്പം ചെയ്യേണ്ടത് എന്താണ്? ഈ സ്ഥാനവും ഇതും തമ്മിൽ, കാരണം ഇതിനും മാറ്റമില്ല, ഇതിലും മാറ്റമില്ല, ഇതിലും മാറ്റമില്ല, ഈ മൂന്നിനും മാറ്റമില്ല, ഇതിലും മാറ്റമില്ല, ഇതിലും മാറ്റമില്ല. മാറ്റുള്ളത് ഈ സംഖ്യകൾക്ക് മാത്രം. അതെന്താ വരുന്നത്? 2 - 1, 3 - 1, 4 - 1 അങ്ങനെയാണ് വരുന്നത്. എങ്കിൽ n സ്ഥാനത്ത് വരുന്ന 5 n സ്ഥാനത്ത് വരുന്ന പദം എന്തായിരിക്കും? ഇതാ ഇവിടെ പറഞ്ഞ പോലെ 1 പ്ലസ് 4 മൈനസ് 1 ആണ് 3. അപ്പൊ n മൈനസ് 1 ഇൻറ്റു 3. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ബീജഗണിത രൂപം. നമുക്ക് ഇതിനെ ഒന്നും കൂടി ചെറുതാക്കാം. അത് ചെറുതാക്കുമ്പോൾ ഞാനിവിടെ മാറ്റി എഴുതാം. 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 3. 1 പ്ലസ് 3n മൈനസ് 3 ഗുണിക്കണം 1 3. 1 മൈനസ് 3 എത്രയാണ്? മൈനസ് 2. അപ്പൊ 3n മൈനസ് 2. ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ പിന്നെയും ഒരു സംശയം വരും, അത് ഇതിന് ബാധകമോ? നമ്മൾ ഇവിടെ വെച്ചല്ലേ തുടങ്ങിയത്, രണ്ടാം സ്ഥാനത്ത് നിന്നാണ് തുടങ്ങിയത്. അപ്പൊ ഒന്നാം സ്ഥാനത്ത് ഇത് ബാധകമാവോ നോക്കാം അല്ലെ. അപ്പൊ എന്നിന് പകരം എന്താ വേണ്ടത്? 1. 3 ഗുണിക്കണം 1 3 മൈനസ് 2 എത്രയാ? 1. അതോടെ കിട്ടും. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തത് കുറച്ച് വലിയ ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം, സമഷഡ്ഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക, പുറംകോണുകളുടെ തുക, ഒരു അകക്കോണിന്റെ അളവ്, ഒരു പുറംകോണിന്റെ അളവ് എന്നീ ശ്രേണികൾ, ആ 4 ശ്രേണികളുടെയും ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. കുറച്ച് വിഷമമൊക്കെ തോന്നൂല്ലേ? സിമ്പിൾ ആണ്, നോക്കാം. അപ്പം സമഭുജ ത്രികോണം, പിന്നെന്താ? സമചതുരം, പിന്നെ സമപഞ്ചഭുജം, സമഷഡ്ഭുജം. ഉറപ്പായിട്ട് വരച്ചാണ്. ഇതില് ഒരു സമചതുരം, ജാമിതീയ രൂപങ്ങളുടെ അകക്കോണുകളുടെ തുക അറിയാം അല്ലെ? ഇതിന്റെ അകക്കോണുകളുടെ തുക എത്രയാ? 180. ഇത് 360. ഇത് 540. ഇത് 720. ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം, മൂന്നാം സ്ഥാനം, നാലാം സ്ഥാനം. ഒന്നാം സ്ഥാനത്ത് വരുന്നത് എത്രയാണ്? 150. രണ്ടാം സ്ഥാനത്ത് വരുന്നത് എത്രയാണ്? 360. മൂന്നാം സ്ഥാനത്ത് വരുന്നത് 540. നാലാം സ്ഥാനത്ത് വരുന്നത് 720. അഞ്ചാം സ്ഥാനത്ത് എന്ത് വരും? 1 ഗുണിക്കണം 150, 2 ഗുണിക്കണം 150, 3 ഗുണിക്കണം 150, 4 ഗുണിക്കണം 150, 5 ഗുണിക്കണം 150, 900. n സ്ഥാനത്ത് എന്ത് വരും? ഇത് ഓരോന്നിനെയും എന്താ ചെയ്ത്? 150 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം 150 n. എന്താണോ സ്ഥാനം, ആ സ്ഥാനത്തെ 150 കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതാണ് ഓരോന്നിന്റെയും ആകെ അകക്കോണുകളുടെ അളവ്. അപ്പോ n വരുമ്പോ അതിന്റെ അകക്കോണ് എന്ന് പറയുന്നത് 180 n. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. എന്ത്? 180 n. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം അകക്കോണുകളുടെ അതിന്റെ ബീജഗണിത രൂപം 180 n. ഓക്കെ, അടുത്തെന്താ? രണ്ടാമത്തത് അകക്കോണുകളുടെ തുക കിട്ടി,
ഇനി പുറംകോണുകളുടെ തുക, ഇതിന്റെ പുറംകോണുകളുടെ തുക എത്രയാ? 360. ഇതിന്റെയോ 360. ഇതോ 360. ഇതോ 360. എല്ലാം 360 തന്നെ. അപ്പൊ ഏത് ബഹുഭുജമാണെങ്കിലും ഏത് ജ്യാമിതി രൂപമാണെങ്കിലും അതിന്റെ പുറംകോണുകളുടെ തുക 360 തന്നെ. അപ്പം അതിന്റെ പുറംകോൺ എത്രയാണ് വരുന്നത്? 360 ഡിഗ്രി. ഇത് മാത്രമാണ് അതിന്റെ ബീജഗണിത രൂപം. എന്ത്? 360 ഡിഗ്രി. അതിന് വേറെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല, വേറെ ഉത്തരവുമില്ല. ക്ലിയർ? അടുത്ത എന്താ? ഒരു അകക്കോണിന്റെ അളവ്, അതിന്റെ ബീജഗണിത രൂപമാണ് കണ്ടുപിടിക്കുന്നത്. ഇതിന്റെ അകക്കോണിന്റെ അളവ് എത്രയാണ്? ത്രികോണത്തിൻ്റെത് സമചതുര 60, ഇത് 90, ഇത് 108, ഇത് 120. ഇതെങ്ങനെ കിട്ടുന്നത്? ഇതൊക്കെ എങ്ങനെയാ കിട്ടുന്നത്? ആകെ അകക്കോണുകളുടെ ആകെ അളവിന് വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാണ് ഓരോന്നും, അല്ലെ? ഇപ്പം ഇതിന്റെ അകക്കോണ് 150 ആണ്. 150/3 60. 360/4 90. 550/5 108. 720/6 120. അങ്ങനെയാണ് ഓരോ അകക്കോണിന്റെയും അളവ് കിട്ടുന്നത്. എങ്കിൽ അതിന്റെ ബീജഗണിത രൂപം എങ്ങനെ കണ്ടുപിടിക്കും? ഈ അകക്കോണിന്റെ ബീജഗണിത രൂപത്തെ ഇതിന്റെ വശങ്ങളുടെ ബീജഗണിത രൂപം കൊണ്ട് ഹരിച്ചാൽ ഉത്തരമായി. അപ്പം ഇതിന്റെ 1 3 തമ്മിൽ എന്താ ബന്ധം? സ്ഥാനം 1 + 2 ആണ്. ഇതോ 2 + 2 ആണ്. ഇതോ 3 + 2 ആണ്. ഇതോ 4 + 2 ആണ്. അതായത് ഈ സ്ഥാനം എന്നാണെങ്കിൽ 2. അപ്പൊ അതാണ് വശങ്ങളുടെ ബീജഗണിത രൂപം. അപ്പം ഒരു അകക്കോണിന്റെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ എന്താ വഴി? ആകെ അകക്കോണിന്റെ ബീജഗണിത രൂപത്തെ, അതായത് 180 എങ്ങിനെ n+2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് എന്ത്? ഒരു അകക്കോണിന്റെ ബീജഗണിത രൂപം. ക്ലിയർ? അടുത്തത് ഒരു പുറംകോണിന്റെ അളവ്, ആ ശ്രേണികളുടെ ബീജഗണിത രൂപമാണ് കണ്ടുപിടിക്കുന്നത്. ഇത് ഓരോന്നിന്റെയും പുറംകോണിന്റെ അളവ് അറിയാമല്ലോ. ഇതിന്റെ എത്രയാ? 120. ഇതോ 90, ഇത് 72, ഇത് 60. ഈ പുറംകോണുകൾ എങ്ങനെയാ കിട്ടുന്നത്? ഇതിന്റെ ആകെ പുറംകോൺ 360 ആണ്. ആ 360നെ വശങ്ങളുടെ എണ്ണം ഹരിച്ചാൽ കിട്ടുന്നതാണ്. 360നെ 3 കൊണ്ട് ഹരിച്ചാൽ 120, 360നെ 4 കൊണ്ട് ഹരിച്ചാൽ 90, 360നെ 5 കൊണ്ട് ഹരിച്ചാൽ 72, 360നെ 6 കൊണ്ട് ഹരിച്ചാൽ 60. അതായത് ആകെ പുറംകോണിന്റെ അളവിനെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ഒരു പുറംകോണിന്റെ അളവ്. എങ്കിൽ അതിന്റെ ബീജഗണിത രൂപം എങ്ങനെ കണ്ടുപിടിക്കും? ഈ പുറംകോണിന്റെ ആകെ അളവിനെ വശങ്ങളുടെ എണ്ണത്തിന്റെ ബീജഗണിത രൂപം കൊണ്ട് ഹരിക്കുക. അത് മാത്രമാണ്. ഒരു പുറംകോണിന്റെ ബീജഗണിത രൂപം എന്താണ്? അതിവിടെ തന്നിട്ടുണ്ട്. എന്താ? 360. അതിനെ വശങ്ങളുടെ ബീജഗണിത രൂപം കൊണ്ട് ഹരിക്കുക. വശങ്ങളുടെ ബീജഗണിത രൂപം നമുക്ക് കിട്ടിയല്ലേ? ഇവിടെ ഉണ്ട്. എന്താ? n+2. അപ്പോ ഒരു പുറംകോൺ, അതിന്റെ ബീജഗണിത രൂപം ഒരു പുറംകോൺ, അതിന്റെ ബീജഗണിത രൂപം 360/n+2. ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 ശ്രേണികൾ, ആ 4 ശ്രേണികളുടെയും ബീജഗണിത രൂപമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
അകക്കോൺ 150n, പുറംകോൺ 360 ഡിഗ്രി, ഒരു അകക്കോൺ 150n മൈനസ് n പ്ലസ് 2, ഒരു പുറംകോൺ 360/n+2. ക്ലിയർ? ഇനി നമുക്ക് എക്സ്ട്രാ ആയി ഒരു 3 ചോദ്യങ്ങൾ കൂടി അതിന്റെ ഉത്തരം കാണാനുള്ള വഴികളും പരിചയപ്പെടും. 4 ചോദ്യങ്ങൾ ഇതിലുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താ? 9 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ. അടുത്തത് 9 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എത്ര 3 അക്ക സംഖ്യകളുണ്ട്? മൂന്നാമത്തത് 17/7, 31/7, 45/7 എന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണ്? 4ൽ 2 ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താ? 5 ഗുണിക്കണം 1 പ്ലസ് 6, 10 ഗുണിക്കണം 2 പ്ലസ് 6, 15 ഗുണിക്കണം 3 പ്ലസ് 6, 20 ഗുണിക്കണം 4 പ്ലസ് 6 എന്ന ശ്രേണിയുടെ ആദ്യ പദത്തെ 5 ഗുണിക്കണം 1 പ്ലസ് 6, രണ്ടാം പദം 5 ഗുണിക്കണം 2 പ്ലസ് 6 എന്ന രൂപത്തിൽ എഴുതാനാണ് ഈ ചോദ്യം ഉള്ളത്. രണ്ടാമത്തെ എന്താ? അതിലെ ഈ പറഞ്ഞ ഇതിന്റെ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. അപ്പൊ ഇതിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ 2 ചോദ്യങ്ങളുണ്ട്. ബാക്കിയുള്ളൊക്കെ ആ ചോദ്യങ്ങളുടെ ഉത്തരമാണ്. ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? 9 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയാണ്. 9 കൊണ്ട് ഹരിച്ചാൽ ഏതോ ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? 1 ശിഷ്ടം വരും. അത് ഒരു 3 അക്ക സംഖ്യയാണ്. അതിപ്പോ ഏതാ വരിക? നമ്മൾ 9ന്റെ ഗുണിതം നോക്കുക. 9 90, 19 99, ആ 99ന്റെ കൂടെ 1 കൂട്ടിയാൽ 100 അപ്പം ഇതാണ് ഉത്തരം 100. എന്താണ്? 9 കൊണ്ട് ഹരിച്ചാൽ ഇതിനെ 100നെ 9 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും? 1 ശിഷ്ടം വരും. ഇത് എന്താണ്? ഒരു 3 അക്ക സംഖ്യ. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. അതെന്താണ്? 100. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? 9 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എത്ര 3 അക്ക സംഖ്യകളുണ്ട്? 9 കൊണ്ട് ഹരിച്ച് 1 ശിഷ്ടം വരുന്ന 3 അക്ക സംഖ്യ, ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്? 100 ആണ്. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? 1000. അപ്പോ 1000ൽ കുറവുള്ള ഏതോ ഒരു സംഖ്യയാണ് ഇതേ പ്രത്യേകതയുള്ള ഒരു 3 അക്ക സംഖ്യ. അത് 1000ൽ കുറവായിരിക്കുമല്ലോ. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇതേപോലെ നമ്മൾ 100 കണ്ടുപിടിച്ചതുപോലെ 9ന്റെ ഗുണിതമായി വരുന്ന ഏറ്റവും വലിയ 3 അക്ക സംഖ്യ നമുക്ക് അല്ലെ? അത് 999 ആണ്. അതിന്റെ കൂടെ 1 കൂട്ടിയാൽ 1000. പക്ഷെ ഇത് 4 അക്കമായി പോയി. അപ്പം എന്ത് വേണം? ഇതിൽ നിന്ന് ഒരു 9 കുറച്ചാൽ ഉത്തരം എന്ത് വരും? 991. 991 മുതൽക്ക് 100 വരെ ഇതേ പ്രത്യേകതയുള്ള എത്ര സംഖ്യ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കാണാൻ എന്താ വഴി? 991 നിന്ന് 100 കുറക്കുക. എത്ര കിട്ടും? 891 കിട്ടും. അതിനെ, അതായത് 891നെ 9 കൊണ്ട് ഹരിക്കുക. ഹരിച്ചാൽ എത്ര കിട്ടും? 81ല് 9 അതിന്റെ കൂടെ 1 കൂടെ കൂട്ടണം. എന്നാൽ മാത്രമേ ഉത്തരം ശരിയാവുള്ളൂ. ഉത്തരം കിട്ടി 100. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും 100 തന്നെ. അടുത്ത ചോദ്യം എന്താണ്? 17/7, 31/7, 45/7 എന്ന ശ്രേണിയുടെ ബീജഗണിത രൂപം. 17/7, 31/7, 45/7. ഈ ശ്രേണിയിലെ ഓരോ പദത്തെയും നമുക്കൊന്ന് മാറ്റി എഴുതാം. മാറ്റി എഴുതുമ്പോൾ എന്ത് വരുന്ന അറിയോ? 17/7 പകരം 14/7 പ്ലസ് 3/7. ഇതോ 28/7 പ്ലസ് 3/7. ഇതോ 42/7 പ്ലസ് 3/7. 14/7 എത്രയാ? 2 പ്ലസ് 3/7.
ഇതോ 4 പ്ലസ് 3/7. ഇതോ 6 പ്ലസ് 3/7. ഇതേ രീതിയിൽ പോവാണെങ്കിൽ ഈ ശ്രേണിയിലെ അടുത്ത പദം എന്തായിരിക്കും? ഇതേപോലെ 8 പ്ലസ് 3/7. ഞാൻ ചെയ്ത മനസ്സിലായല്ലോ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 17/7, 31/7, 45/7. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനാണ് ചോദ്യം. പക്ഷെ ഇതിനെ ഞാനൊന്ന് മാറ്റി. എന്താ മാറ്റിയത്? 17/7 എന്ന് പറയുന്നാൽ 14/7 പ്ലസ് 3/7. 14 17/7. 31 28/7 പ്ലസ് 3/7. 28 31/7. 45 എന്ന് പറഞ്ഞാൽ 42 പ്ലസ് 3/7 പ്ലസ് 7. 42/7 പ്ലസ് 3/7. 42 45. 17/7 വില എത്രയാ? അത് 2 ആണ്. 28/7 വില 4 ആണ്. 42/7 വില 6 ആണ്. അപ്പൊ 2 പ്ലസ് 3/7, 4 പ്ലസ് 3/7, 6 പ്ലസ് 3/7 എന്ന ആ ശ്രേണി ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഇതേപോലെ പോവുകയാണെങ്കിൽ ഇത് വരും 8 പ്ലസ് 3/7. അപ്പൊ ഈ ശ്രേണിയെ നമ്മൾ മാറ്റി ഇങ്ങനെ എഴുതി. അത് ഞാൻ നമ്മുടെ മുകളിൽ എഴുതാം. 2 പ്ലസ് 3/7, 4 പ്ലസ് 3/7, 6 പ്ലസ് 3/7, 8 പ്ലസ് 3/7 എന്ന ക്രമത്തിൽ ഇങ്ങനെ പോവുകയാണ്. ഇത് ഒന്നാമത്തെ പദമാണ്, ഇത് രണ്ടാമത്തെ പദം, ഇത് മൂന്നാമത്തെ പദം, ഇത് നാലാമത്തെ. ഇനി സിമ്പിൾ ആണ് അല്ലേ? ഒന്നാമത്തെ പദവും ഇതും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതും തമ്മിലുള്ള ബന്ധമാണ്, ഇതും തമ്മിലുള്ള ബന്ധം എന്താണ് നോക്കിയാൽ മതിയല്ലോ. ഇതിൽ എല്ലാത്തിലും 3 പ്ലസ് 3/7 ഉണ്ട്. പിന്നെ വ്യത്യാസം വരുന്നത് എന്താണ്? 2 4 6 8 അല്ലേ? അപ്പോ ഇതും 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 തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതിന്റെ 2 മടങ്ങാണ്, ഇതിന്റെ 2 മടങ്ങാണ്, ഇതിന്റെ 2 മടങ്ങാണ്. എങ്കിൽ 4ന് പകരം n ആണെങ്കിലോ അതിന്റെ 2 മടങ്ങ് 2n പ്ലസ് 3/7. ഇതാണ് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം. 2n പ്ലസ് 3/7. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 5 ഗുണിക്കണം 1 പ്ലസ് 6, 10 ഗുണിക്കണം 2 പ്ലസ് 6, 15 ഗുണിക്കണം 3 പ്ലസ് 6, 20 ഗുണിക്കണം 4 പ്ലസ് 6 എന്ന ശ്രേണിയുടെ ആദ്യ പദത്തെ 5 ഗുണിക്കണം 1 1 പ്ലസ് 6, രണ്ടാം പദം 5 ഗുണിക്കണം 2 2 പ്ലസ് 6 എന്ന രൂപത്തിൽ എഴുതുക. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. 5 ഗുണിക്കണം 1 പ്ലസ് 6, 10 ഗുണിക്കണം 2 പ്ലസ് 6, 15 ഗുണിക്കണം 3 പ്ലസ് 6, 20 ഗുണിക്കണം 4 പ്ലസ് 6. 5 ഗുണിക്കണം 1 1 പ്ലസ് 6, 5 ഗുണിക്കണം 2 2 പ്ലസ് 6. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ശ്രേണി. ഇനി എന്താ വേണ്ടത്? ഇതിനെ നമ്മൾ ഒരു ശ്രേണിയാക്കി മാറ്റി എഴുതണം. അതാണ് ആദ്യ പദത്തെ 5 ഗുണിക്കണം 1 ഇൻറ്റു 1 പ്ലസ് 6, രണ്ടാം പദം 5 ഗുണിക്കണം 2 എന്ന രൂപത്തിൽ എഴുതുക. എന്ന രൂപത്തിൽ എഴുതുമ്പോൾ എന്താ? 5 ഗുണിക്കണം 1 5 തന്നെ. അപ്പൊ 5 ഗുണിക്കണം 1 പ്ലസ് 6 തന്നെയാണ് 5 ഗുണിക്കണം 1 1 പ്ലസ് 6. 5 ഗുണിക്കണം 2 2 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ എന്താ? അത് 5 2 10 ആണ്. 10 ഗുണിക്കണം 2 പ്ലസ് 6. അടുത്തത് വരും 5 ഗുണിക്കണം 3 3 പ്ലസ് 6, 5 ഗുണിക്കണം 4 4 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉത്തരം മുകളിൽ കൊടുത്തിരിക്കുന്ന അതേ ശ്രേണി തന്നെയാണ്. പ്രത്യേകിച്ച് വേറെ ഒരു ഉത്തരമില്ല. ഓക്കെ. രണ്ടാമത്തെ എന്താണ്? ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. ആ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാൻ സഹായിക്കുന്നതാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആ ചോദ്യം. അപ്പൊ നമ്മൾ അടുത്ത എന്താ വരിക? ഇതേ പ്രകാരം എഴുതുമ്പോൾ ഇതിനെ മാറ്റി എഴുതുമ്പോൾ ഇതിനെ മൂന്നാമത്തെ പദം
5 ഗുണിക്കണം 3 3 പ്ലസ് 6. അടുത്തത് 5 ഗുണിക്കണം 4 4 പ്ലസ് 6. ഇത് ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം. ഇത് പ്രകാരം ഈ ശ്രേണിയിലെ എന്നാം പദം എന്ത് വരും? ഇവിടെ നോക്കൂ, വ്യത്യാസം വന്നിരിക്കുന്നത് എന്താണ്? വ്യത്യാസമൊന്നുമില്ല അല്ലെ? ഇത് തന്നെയാണ്. 1 1, 2 2, 3 3, 4 4. അത് ഇവിടെയും തുല്യമാണ് അല്ലേ? 1 ഇവിടെയുണ്ട്, 1 ഇവിടെയുണ്ട്, 2 ഇവിടെയുണ്ട്, 2 ഇവിടെയും ഉണ്ട്. അപ്പൊ സ്ഥാനം ഇവിടെ വരുന്നുണ്ട്, ഇവിടെ 2 സ്ഥാനത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത് പ്രകാരം ഇത് n ആണെങ്കിൽ ഇവിടെയും n വരും, ഇവിടെയും n വരും, ഇവിടെയും n വരും, ഇവിടെയും n വരും. അപ്പൊ ഇതേ രൂപത്തിൽ എഴുതുമ്പോൾ എന്ത് വരും? 5 ഗുണിക്കണം n, പിന്നെ n പ്ലസ് 5 ഗുണിക്കണം 5 n പ്ലസ് 5 ഗുണിക്കണം n 5 n സ്ക്വയർ പ്ലസ് 5 ഗുണിക്കണം 6 30 n. ഇതാണ് ഇതിന്റെ ബീജഗണിത